ഹരേ കൃഷ്ണ. അപ്പം അവിടെയാണ് ശ്രീമദ് മഹാഭാഗവതം പറഞ്ഞത്, ഹൃദയാർത്ഥം യത് പ്രതീയതേ ന പ്രതീയതേ ചാത്മനി തദ്വിതാത്മന മായാം യഥാഭാസോ യഥാ തമഹ. അല്ലയോ ബ്രഹ്മാവേ, എന്തു തന്നെ മൂല്യമുള്ളതായാലും അതിനെ എന്നോട് ബന്ധപ്പെടുത്താത്ത പക്ഷം അതിന് വാസ്തവികത്വം ഉണ്ടായിരിക്കുകയില്ല. അതിനെ എന്റെ മയാമയ ശക്തിയായി അറിയുക. അന്ധകാരത്തിലെ പ്രതിഫലനം പോലെ അത് കാണായി വരുന്നു. അപ്പൊ അവിടെയാണ് രാവണന്റെ ഇത്രയും പാണ്ഡിത്യം നേടിയ എല്ലാ വേദങ്ങളും അദ്ദേഹത്തിന് കിട്ടിയിട്ടുണ്ട്. പക്ഷെ എന്താണോ യഥാർത്ഥമായി നേടേണ്ട ജ്ഞാനം, ആ ജ്ഞാനം രാവണന് കിട്ടിയില്ല. അതുകൊണ്ടാണ് ശൂർപ്പണഖ പോലും സീതാദേവിയെ കുറിച്ച് പതിവ്രതാരത്നം, പതിവ്രതയായ ഇത്രയും ഐശ്വര്യമായ സ്ത്രീ ലോകത്തിൽ ഒരിടത്തും നിനക്കിനി കാണാൻ പറ്റില്ല എന്ന് പറയുമ്പോൾ ആ വാക്ക് അവിടെ കൊടുക്കുന്നുണ്ട്, പതിവ്രത എന്നുള്ളത്. എന്നിട്ട് പോലും രാവണൻ അത് തിരിച്ചറിയാൻ പറ്റിയില്ല. ഈ ജഗത്തിന്റെ പതിയായ ശ്രീരാമചന്ദ്രന്റെ ഭാര്യയായ ലക്ഷ്മി ദേവിയെയാണ് ഞാൻ ആ സ്ത്രീയെ ആഗ്രഹിക്കുക എന്നുള്ളത് വളരെ വലിയ അപരാധമാണ് എന്ന് രാവണൻ തിരിച്ചറിഞ്ഞില്ല. അത് രാവണൻ ചെയ്ത തെറ്റ്. ആ തെറ്റിന്റെ ഫലം അവിടുത്തെ ആ ദേശത്തിലെ ശ്രീലങ്കയിലെ എല്ലാ വാസികളും അനുഭവിച്ചു. അത് മണ്ഡോദരി തന്നെ രാവണനോട് പറയുകയും ചെയ്യുന്നുണ്ട്. എന്റെ ഭർത്താവേ, അങ്ങ് ചെയ്തത് വളരെ തെറ്റാണ്. ലക്ഷ്മി ദേവിയാണ് അങ്ങ് ഇവിടെ കൊണ്ട് പിടിച്ചു വെച്ചിരിക്കുന്നത്. ലക്ഷ്മി ദേവിയെ തിരിച്ച് ആ പതിയുടെ അടുത്ത്, ശ്രീരാമചന്ദ്രന്റെ അടുത്ത് കൊണ്ടാക്കാൻ പറയുന്നുണ്ട്. വിഭീഷണൻ കുംഭകർണൻ പറയുന്നുണ്ട്. എന്നിട്ട് വിഭീഷണന്റെ ആ രംഗം വളരെ രസമാണ്. വിഭീഷണന്റെ ഉപദേശം, ഉപദേശം ഒരു മിനിറ്റ് ഞാൻ പറയാം, ഒന്ന് വായിക്കാം. അത് വിഭീഷണന്റെ ഉപദേശം. അവിടെ വിഭീഷണൻ രാവണനോട് ഉപദേശിക്കുന്ന വളരെ ഹൃദയസ്പർശിയായ ഒരു രംഗമാണ് അവിടെ പറയുന്നത് രാമായണത്തിൽ. ശ്രീരാമനായതു മനുഷ്യനല്ല, കേളാരെന്നറിവാനും എല്ലാം ഒരുവനും, ദേവേന്ദ്രനുമല്ല വന്യയുമല്ലവൻ, വൈവസതനും നിർദിയുമല്ല, കേൾ പാശിയുമല്ല, ജഗൽ പ്രാണനല്ല, വിത്തേശനുമല്ലവൻ, ഈശാനനുമല്ല, വേദാവുമല്ല, ഭുജംഗാധിപനുമല്ല, ആദിത്യരുദ്രവസുക്കളുമല്ലവൻ, സാക്ഷാൽ മഹാവിഷ്ണു നാരായണൻ പരൻ, മോക്ഷതൻ, സൃഷ്ടിസ്ഥിതിലയ കാരണൻ, മുന്നം ഹിരണ്യാക്ഷനെ കൊല ചെയ്തവൻ, വന്നിയായി മന്നിടം പാലിച്ചു കൊള്ളുവാൻ, പിന്നെ നരസിംഹരൂപം ധരിച്ചിട്ട് കൊന്നു ഹിരണ്യകശിപുവാം വീരനെ, ലോകൈക നായകൻ വാമനമൂർത്തിയായി ലോകത്രയം ബലിയോടു വാങ്ങിയിടിനാൻ. കൊന്നാൻ 21 തുടരാമനായി മന്നവന്മാരയ സുരാംശമാകയാൽ, അന്നന്ന സുരരയൊക്കെ അടുക്കുവാൻ മണ്ണിലവതരിച്ചിടും. ഇന്നു ദശരഥപുത്രനായി വന്നിതു നിന്നെയൊടുക്കുവാനെന്നറിഞ്ഞിടു നീ,
സത്യസങ്കൽപ്പനാമീശ്വരൻ തന്മതം മിഥ്യയായി വന്നുകൂടാ എന്നു നിർണയം. എങ്കിലെന്തിനു പറയുന്നതെന്നൊരു ശങ്കയുണ്ടാകിലെന്തിന്നു ചൊല്ലിടുവൻ. സേവിപ്പവർക്കഭയത്തെ കൊടുപ്പോർ ദേവനവൻ കരുണാകരൻ കേവലൻ ഭക്തപ്രിയൻ പരമൻ പരമേശ്വരൻ. ഭുക്തിയും മുക്തിയും നൽകും ജനാർദ്ദനൻ ആശ്രിത വത്സലൻ അംബുജലോചനൻ ഈശ്വരനിന്ദിരാവല്ലഭൻ കേശവൻ. ഭക്തിയോടും തൻ തിരുവടി തൻ പദം നിത്യമായി സേവിച്ചു കൊള്ളുക മടിയാതെ. മൈഥിലി ദേവിയെ കൊണ്ടക്കൊടുത്തുതൽ പാദാംബുജത്തിൽ നമസ്കരിച്ചിടുക. കൈതൊഴുതാശു രക്ഷിക്കുന്നു ചൊല്ലിയാൽ ചെയ്തപരാധങ്ങളെല്ലാം ക്ഷമിച്ചവൻ. തൻ പദം നൽകിയിടുമേവനും നമ്മുടെ തമ്പുരാനോളം കൃപയില്ല മറ്റാർക്കും. അവിടെയാണ് ശ്രീരാമചന്ദ്രന്റെ മഹത്വത്തെ പറ്റി വിഭീഷണൻ പറയുന്നതും അങ്ങ് ചെയ്തത് വളരെ തെറ്റാണ് എന്ന് പറഞ്ഞ് ഉപദേശിക്കുന്നതും. അവിടെയാണ് നേരത്തെ പറഞ്ഞ പോലെ ആ ശ്ലോകം വീണ്ടും പ്രസക്തമാകുന്നത്. അഹോ അഹോ ബാഹ്യകാം സ്തനോ കാളകൂടം ജിഗാംസയാപായാത് അഭിഹാസധാവി ലഭേഗതിം ധാത്രി ഉചിതം തതോ അന്യം കം വാ ദയാലും ശരണം വ്രജേമേ. ഇത്രയും how shall I take shelter of one more merciful than he who granted the position of mother to a she-demon Pudana, although she was unfaithful and she prepared deadly poison to be sucked from her breast. ഇത്രയും സ്വന്തം മുലകൾ ഉപയോഗിച്ച് വിഷം പുരട്ടി ഉപയോഗിച്ച് കൊല ചെയ്യാൻ വന്ന സ്ത്രീയെ പോലും വളരെ അനുകമ്പയോടെ അവരെ മാതൃത്വത്തിന്റെ സ്ഥാനത്ത് നിർത്തി എല്ലാ ബഹുമതികളും കൊടുത്ത് അവരെ സ്വന്തം അമ്മയായി തന്നെ കരുതി അവർക്ക് മോക്ഷം കൊടുത്തു. ഇവിടെയാണ് വിഭീഷണനും പറഞ്ഞു കൊടുക്കുന്നത് രാവണനോട് പറയുന്നത്. ഇവിടെ വായിച്ചത് നമ്മള് കൈതൊഴുതാശു രക്ഷിക്കുന്നു ചൊല്ലിയാൽ ചെയ്ത അപരാധങ്ങളെല്ലാം ക്ഷമിച്ചവൻ തൻ പാദം നൽകിയിടുമേവനും നമ്മുടെ തമ്പുരാനോളം കൃപയില്ല മറ്റാർക്കും. അപ്പൊ ഇത്രയും കൃപ മറ്റാർക്കുമില്ലെന്ന് വാൽമീകി കൂടി രാമായണത്തില് നമുക്ക് പറഞ്ഞു തന്നിരിക്കുന്നു. അപ്പം പിന്നെ ബാക്കി എന്താണ്, നമ്മൾ എന്തുകൊണ്ട് ചെയ്യുന്നില്ല, എന്തുകൊണ്ട് ഭഗവാനെ അറിയുന്നില്ല എന്നുള്ളതല്ല, അറിഞ്ഞിട്ടും ഭഗവാന്റെ അടുത്തോട്ട് പോകുന്നില്ല എന്നുള്ളത് അഹങ്കാരത്തിന്റെ പ്രതിഫലനമാണ് എന്ന് പറഞ്ഞതുപോലെ ഇന്ന് വീണ്ടും പറയുകയാണെങ്കിൽ ഈ രാമായണം എന്തുകൊണ്ടുണ്ടായോ, അതായത് ദശരഥ മഹാരാജാവിൽ നിന്ന് കർമ്മഫലത്തിലൂടെയാണ് രാമായണം ഉണ്ടാകുന്നത്. അപ്പം അതൊരു വിധികൃതമാണ്. നമ്മൾ വീണ്ടും നമ്മുടെ ഈ ജനന മരണ പുനരഭിജനനം പുനരഭിമരണം, ഈ ലോകത്ത് നമ്മൾ വീണ്ടും ജനിക്കുക മരിക്കുക ജനിക്കുക മരിക്കുക എന്നുള്ള ആ പ്രക്രിയയിലൂടെ പോയിക്കൊണ്ടിരിക്കുന്നു. ഇപ്പൊ വീണ്ടും ഇത് ശ്രീമദ് മഹാഭാഗവതത്തില് 11-ാമത്തെ സ്കന്ധത്തില് 20-ാമത്തെ ശ്ലോകത്തില് 20-ാമത്തെ അധ്യായത്തില് 17-ാമത്തെ ശ്ലോകത്തില് പറയുന്ന ഒരു അർത്ഥം ഇവിടെയുണ്ട്. As Sri Krishna explains, the human body can be compared to a perfect constructed boat with a spiritual master as the captain and the instructions of the supreme being himself as the favorable winds.
taking it on the proper course with these advantages available only in the human form. A person who does not utilize his or her human existence to make spiritual progress to cross the ocean of material existence must be considered the killer of his own soul. ഈ മനുഷ്യജന്മം നമുക്ക് തന്നിരിക്കുന്നത്, രണ്ട് കാര്യം നമുക്ക് തന്നിരിക്കുന്നത് ഭഗവാനെ അറിയാൻ വേണ്ടിയിട്ടും ഭഗവാനെ അറിയാൻ വേണ്ടിയിട്ട് ശ്രേഷ്ഠനായ ഒരു ബൊണാഫൈഡ് സ്പിരിച്വൽ മാസ്റ്ററിനെ സമീപിക്കാനും തദ്വിദ്ധി പ്രണിപ്രാദേന പരിപ്രശ്നേന സേവയ, ആ ഗുരുവിൽ നിന്ന് ഭഗവാനെ കുറിച്ച് അറിയുകയും ഭക്തിയുത സേവനത്തിൽ പുരോഗതി പ്രാപിച്ച് ഭഗവാനിൽ എത്താൻ വേണ്ടിയിട്ടുമാണ്. ഈ ഒരു മനുഷ്യജന്മം അങ്ങനെ ആയിരിക്കെ, അതിനു വേണ്ടിയായിരിക്കെ അത് നമ്മൾ ഉപയോഗപ്പെടുത്തിയിട്ടില്ല എന്നുണ്ടെങ്കിൽ നമ്മള് മരിച്ചു കഴിഞ്ഞു, ആത്മഹത്യ ചെയ്തതിന് തുല്യമാണ്. നാം നമ്മുടെ ആത്മാവിനെ കൊലപ്പെടുത്തുന്നതിന് തുല്യമാണ് എന്ന് കൃത്യമായിട്ട് 11-ാമത്തെ സ്കന്ധത്തില് 20-ാമത്തെ അധ്യായത്തില് 17-ാമത്തെ ശ്ലോകവും വ്യക്തമാണ്. ഇപ്പൊ രാമായണവും ഭഗവത്ഗീതയും ഭാഗവതവും പറഞ്ഞു തരുന്നത് ഒരു മനുഷ്യന്റെ ജീവിതത്തിലെ പരമമായ ധർമ്മം എന്താണ്. ദാസോ അഹം തവ കേശവ, ഭഗവാന്റെ ദാസന്മാരാണ് നമ്മള്. ഭഗവാന്റെ ഭക്തിയുത സേവനത്തിന് വേണ്ടിയിട്ടാണ് നമ്മൾ ഇവിടെ ജനിച്ചിരിക്കുന്നത്, ജന്മം തന്നിരിക്കുന്നത്. ഈ പ്രയാസങ്ങളിൽ നിന്നെല്ലാം വിമുക്തി കിട്ടണമെന്നുണ്ടെങ്കിൽ ഭഗവാന്റെ ആ പങ്കജപാദ ചരണാംബുജങ്ങളിൽ അഭയം പ്രാപിച്ചെങ്കിലേ, ശരണാഗതി പ്രാപിച്ചെങ്കിലേ പറ്റുകയുള്ളൂ എന്ന് കൃത്യമായിട്ട് പറയുന്നുണ്ട്. അവിടെ നല്ല രസകരമായ ഒരു പാട്ട് ശ്രീവല്ലഭാചാര്യര് പറയുന്നുണ്ട്, നല്ല രസമാണ്. പ്രജേ വസന്തം നവനീത ചോരം പ്രജാംഗനാനാം വസനൈകചാരം. ബ്രജേ വസന്തം നവനീത ചോരം വ്രജാംഗനാനാം വസനൈകചാരം. അനേക ജന്മാർജിത പാപചോരം, അനേക ജന്മാർജിത പാപചോരം. ചൗരാംഗനാന്യാം പുരുഷം നമാമി, ചൗരാംഗനാന്യാം പുരുഷം നമാമി. വ്രജേ വസന്തം നവനീത ചോരം വ്രജാംഗനാനാം വസനൈകചോരം. അനേക ജന്മാർജിത പാപചോരം ചൗരാംഗനാനാം പുരുഷം നമാമി. ഇവിടെ ശ്രീവല്ലഭാചാര്യര് അതിന്റെ അർത്ഥം പറയുകയാണ്. എത്ര രസകരമാണെന്നറിയാം. പറയുന്നതാണ്, everyone is scared in Gokul. A dangerous thief, chore has sneaked into Braja secretly. So, O residents of Gokul, be careful. On resident asked, what does the dangerous chore steals? A reply goes, he steals clothes of gopis while they take bath, also steals butter from their houses when gopis are not at home. O greatest stealer of the universe, have mercy on me. Kindly steal, Lord of sin. I have yearned in my various births. I salute you, O greater stealer. ശ്രീ വല്ലഭാചാര്യർ വളരെ രസകരമായിട്ട് അതേ ഭക്തിയോടെ ഭഗവാനോട് പ്രാർത്ഥിക്കുന്നതാണ് ഈ ശ്ലോകം. വ്രജേ വസന്തം നവനീത ചോരം വ്രജാംഗനാനാ വസനൈകചാരം. വ്രജേ വസന്തം നവനീത ചോരം
വ്രജാംഗനാനാ വസനൈകചാരം അനേക ജന്മാർജിത പാപചോരം ചൗരാംഗഗണ്യാം പുരുഷം നമാമി. അനേക ജന്മാർജിത പാപചോരം ചൗരാംഗനന്യാം പുരുഷം നമാമി. ശ്രീവല്ലഭാചാര്യ മുന്നറിയിപ്പ് കൊടുക്കുകയാണ് ബ്രജവാസികളെടുത്ത്. ഓ ബ്രജവാസികളെ, ഓ ഗോപികമാരെ, ഗോപന്മാരെ, നിങ്ങൾ വളരെയധികം സൂക്ഷിക്കണം. ഒരു കള്ളൻ ബ്രജത്തിൽ പ്രവേശിച്ചിട്ടുണ്ട്. അതുകൊണ്ട് നിങ്ങൾ വളരെ വളരെ കെയർഫുൾ ആയിരിക്കണം. അദ്ദേഹത്തിന്റെ പ്രധാന ഹോബി, അദ്ദേഹത്തിന്റെ പ്രധാന മോഷണം ഗോപസ്ത്രീകളുടെ വസ്ത്രങ്ങളാണ്, അതിലുപരി വെണ്ണയാണ്. ആരുടെ വീട്ടിൽ നിങ്ങൾ ഇല്ലയോ ആ വീട്ടിൽ കയറി വെണ്ണ മോഷ്ടിക്കുകയാണ്. വെണ്ണ മോഷ്ടിക്കുക മാത്രമല്ല, അവിടെ ആ കുടം കൂടി ഉടച്ചു കളയും. അതുകൊണ്ട് നിങ്ങൾ സൂക്ഷിക്കണം. എന്നിട്ട് വീണ്ടും ശ്രീവല്ലഭാചാര്യര് ഭഗവാനോട് ഇനി ഭഗവാനോട് ഗ്ലോറിഫൈ ചെയ്യാണ്. ആദ്യം പ്രജവാസികൾക്ക് മുന്നറിയിപ്പ് കൊടുത്തു, പിന്നെ ഭഗവാനോട് ഈ മുന്നറിയിപ്പ് കൊടുത്തിട്ടൊന്നും ഒരു കാര്യമില്ലെന്ന് വല്ലഭാചാര്യർക്ക് അറിയാം. അപ്പൊ വല്ലഭാചാര്യര് ഭഗവാനോട് അപേക്ഷിക്കുകയാണ്, ഓ ഗ്രേറ്റ് സീറർ ഓഫ് ദ യൂണിവേഴ്സ്, ഈ ലോകത്തിലെ ഏറ്റവും വലിയ കള്ളനാണ് അങ്ങ്. അങ്ങേക്കാൾ ഉപരി വേറെ ഒരു കള്ളനില്ല അങ്ങയെ കവച്ചു വെക്കാൻ. അതുകൊണ്ട് എനിക്കൊരപേക്ഷയുണ്ട്. എന്താണ് പറയുന്നത്? എനിക്കൊരപേക്ഷയുണ്ട്. എന്താണ്? അനേക ജന്മാർജിത പാപചോരം, അനേക ജന്മാർജിത പാപചോരം ചൗരാംഗനന്യാം പുരുഷം നമാമി. ചൗരാംഗനന്യാം പുരുഷം നമാമി. ദയവായിട്ട് ഞാനിങ്ങനെ എത്രയോ ജന്മങ്ങളായിട്ട് ആർജിച്ചു വച്ചിരിക്കുന്ന എന്റെ പാപങ്ങളൊന്ന് അങ്ങ് എടുത്ത് മോഷ്ടിച്ചു കൊണ്ടൊന്ന് പോകൂ ഭഗവാനെ കൃഷ്ണ. അങ്ങേൽ കവച്ചു വെക്കാൻ വേറെ ഒരു മോഷ്ടാവും ഈ ലോകത്തിലില്ല ഭഗവാനെ എന്ന് വളരെ ഭക്തിയോടെ വല്ലഭാചാര്യര് ഭഗവാനോട് പറയുകയാണ്. ബ്രജേ വസന്തം നവനീത ചോരം വ്രജാംഗനാനാം വസനൈകചാരം അനേക ജന്മാർജിത പാപചോരം ചൗരാംഗഗണ്യാം പുരുഷം നമാമി. ഇത് തന്നെയാണ്, ഇതേപോലെ തന്നെയാണ് ഗോപികമാര് ഭഗവാനോട് പ്രാർത്ഥിക്കുന്നത്. ഗോപികാഗീതത്തിൽ പ്രാർത്ഥിക്കുന്നുണ്ട്, തവ കഥാമൃതം തത്വജീവനം കവിഭിരീതിതം കൽമഷാപഹം. തവ കഥാമൃതം തത്വജീവനം കവിഭിരീതിതം കൽമഷാപഹം. ശ്രവണമംഗളം ശ്രീമതാതതം, ശ്രവണമംഗളം ശ്രീമതാതതം ഭുവി ഗൃണേതി യേ ഭൂരിദാ ജനാ, ഭുവി ഗൃണേതി യേ ഭൂരിദാ ജനാ. തവ കഥാമൃതം തത്വജീവനം കവിഭിരീതിതം കൽമഷാപഹം. ശ്രവണമംഗളം ശ്രീമതാതതം, ശ്രവണമംഗളം ശ്രീമതാതതം ഭുവി ഗൃണേതി യേ ഭൂരിദാ ജനാ, ഭുവി ഗൃണേതി യേ ഭൂരിദാ ജനാ. ഇവിടെ പറയുന്നത്, the nectar of your words and the description of your activities are the life and soul of those suffering in this material world. The nectar of your words
and the descriptions of your activities are the life and the soul of those suffering in this material world. These narrations, transmitted by learned sages, eradicate one's sinful reactions and bestow good fortune upon whoever hears them. These narrations are broadcast all over the world and are filled with spiritual power. Certainly, those who spread the messages of Godhead are most beneficent. Tava kathamritam tatta jivanam kaviviridam kalmashapaham. The nectar of your words. അങ്ങയുടെ വാക്കുകള്, അങ്ങയുടെ ലീലകൾ, ഇതെല്ലാം പതിതാത്മാക്കൾക്ക് രക്ഷപ്പെടാനുള്ള മാർഗമാണ്. അങ്ങയുടെ ലീലകൾ കേൾക്കുക, കാണുക, ശ്രവിക്കുക എന്നുള്ളത്, അങ്ങയുടെ നാമങ്ങൾ ഉരുവിടുക എന്നുള്ളത് പതിതാത്മാക്കളുടെ പ്രയാസങ്ങളിൽ നിന്ന് മോചനം തരുന്നതിന് വേണ്ടിയിട്ടുള്ള ഉപായമാണ്. ഇത്രയും കാരുണ്യവാനായ ഭഗവാൻ ഈ ലോകത്തുണ്ടോ എന്ന് ഗോപികമാരും ഭഗവാനെ കീർത്തിക്കുകയാണ്. എന്ന് മാത്രമല്ല, വീണ്ടും പറയുന്നു, certainly those who spread the messages of Godhead are most beneficent. ഈ ശാസ്ത്രം ആരാണോ മറ്റുള്ളവർക്ക് പറഞ്ഞു കൊടുക്കുന്നത് അവര് ഭഗവാന്റെ ഏറ്റവും പ്രിയപ്പെട്ടവരാണ്. അവരെ കവിഞ്ഞ് മറ്റൊരു പ്രിയൻ ഭഗവാന് ആരുമില്ല എന്നുള്ളതും പറയുക. അതുകൊണ്ട് തന്നെയാണ് നാരദ മഹർഷിയോട് ഭഗവാൻ ഏറ്റവും ഭയങ്കര ഇഷ്ടം. 33 കോടി ദേവതകളെ കാണാൻ സഞ്ചരിക്കുമ്പോഴും എല്ലാ ദേവലോകങ്ങളിൽ സഞ്ചരിക്കുമ്പോഴും നാരദ മഹർഷിയുടെ നാവിൽ ഏത് ദേവസന്നിധിയിൽ ചെന്ന് കഴിഞ്ഞാലും ഒരേ ഒരു വാക്ക് മാത്രമേ നാരദ മഹർഷിയുടെ നാവിലുള്ളൂ, നാരായണ നാരായണ നാരായണ. ഒരു ദേവന്മാർക്കും ഒരിക്കലും അനിഷ്ടം പ്രകടിപ്പിച്ചിട്ടില്ല. നീ ഇവിടെ വന്ന് എന്നെയാണ് ഗ്ലോറിഫൈ ചെയ്യേണ്ടത്, നീ എന്റെ സിംഹാസനത്തിന്റെ എന്റെ അടുത്ത് വന്നിട്ട്, എന്റെ കൊട്ടാരത്തിൽ വന്നിട്ട് നീ എന്നെ ഗ്ലോറിഫൈ ചെയ്യുന്നതിന് പകരം നീ നാരായണനെ ഗ്ലോറിഫൈ ചെയ്യുന്നത് എന്ന് ഒരിക്കലും നാരദ മഹർഷിയോട് ചോദിച്ചിട്ടില്ല. നാരദ മഹർഷി ഒരിക്കലും തെറ്റിദ്ധരിച്ചിട്ടുമില്ല. ഈ ദേവന്റെ അടുത്ത് പോയിട്ട് ഞാൻ നാരായണ എന്ന് ഉരുവിടുമ്പോൾ ആ ദേവൻ കോപിക്കുമോ എന്ന് നാരദ മഹർഷി തെറ്റിദ്ധരിച്ചിട്ടുമില്ല. പക്ഷെ തെറ്റിദ്ധരിക്കുന്നത് നമ്മൾ മാത്രമാണ്. നമ്മൾ ഭഗവാനെ ഗ്ലോറിഫൈ ചെയ്യാൻ ഭഗവാന്റെ നാമം ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ, ഹരേ രാമ 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 ഹരേ ഹരേ എന്ന ആ 16 അക്ഷര മന്ത്രം ജപിക്കാൻ നമുക്ക് മാത്രമേ നാണക്കേടൂ. അതുകൊണ്ട് തന്നെയാണ് ജീവിതത്തിലെ പ്രയാസങ്ങൾ നമ്മൾ അനുഭവിച്ച് കൊണ്ടിരിക്കുന്നതും.